അതിദാരുണമായ ഒരു വാർത്തയിലേക്കാണ്. ഗുജറാത്തിലെ പോർബന്ദറിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ തകർന്നു വീണ് 3 പേർ മരിച്ചു. കോസ്റ്റ് ഗാർഡിന്റെ ധ്രുവ് ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും മനു അഖിലയാണ് ചേരുന്നത്. മനു, എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്? ഗുജറാത്തിലെ പോർബന്ദറിലാണ് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ തകർന്നു വീണത്. 2 പൈലറ്റുമാരടക്കം 3 പേർക്ക് മരണം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 4 പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നതെന്നാണ് സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ടുകളൊന്നും കോസ്റ്റ് ഗാർഡ് പുറത്തുവിട്ടിട്ടില്ല. കൂടുതൽ ആളുകൾ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നതെന്നും വ്യക്തമായിട്ടില്ല. പോർബന്ദറിലെ കോസ്റ്റ് ഗാർഡ് വിമാനത്താവളത്തിലാണ് ഈ അപകടം ഉണ്ടായത്. ഇവിടുത്തെ എയർ എൻക്ലേവിൽ ലാൻഡിങ്ങിനിടെ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദിവസേനയുള്ള പരിശീലന പറക്കലിനിടെയാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്റർ അഥവാ ALH ധ്രുവ് എന്ന ഹെലികോപ്റ്ററാണ് ഈ അപകടത്തിൽപ്പെട്ടത്. പരിശീലന പറക്കലിന് ശേഷമുള്ള ലാൻഡിങ്ങിനിടെ സംഭവിച്ച സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. മുൻപും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തകർന്നു വീണ് ഗുജറാത്തിൽ അപകടം ഉണ്ടായിരുന്നു. സെപ്റ്റംബറിലാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ കടലിൽ വീണ് അപകടം സംഭവിച്ചത്. ഈ അപകടത്തിന് ശേഷം നമ്മുടെ രാജ്യത്തുള്ള 325 ധ്രുവ് ഹെലികോപ്റ്ററുകളിലും സാങ്കേതിക പരിശോധന നടത്തിയിരുന്നു. 3 മാസത്തിന് ശേഷം വീണ്ടും ഒരു അപകടം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. രക്ഷാദൌത്യത്തിന് ഉപയോഗിക്കുന്ന ഈ ഹെലികോപ്റ്ററുകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ അപകടം സാഹചര്യത്തിന്റെ ഗൗരവം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപകടത്തിൽ കോസ്റ്റ് ഗാർഡ് എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി മനു.